സാർ, ഞാൻ വന്നത് മാതാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടന്ന ഒരു ക്രൈമിനെ പറ്റി പറയാനാണ്. മെഡിക്കൽ ട്രെയിനിൻ്റെ ഭാഗമായിട്ട് 2 മാസം ഞാൻ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിൻ്റെ മറവിൽ വലിയൊരു ക്രൈമാണ് സാർ നടന്നത്. ആ ഹോസ്പിറ്റലിലെത്തുന്ന ഓരോ പേഷ്യൻസും പറ്റിക്കപ്പെടുമായിരുന്നു സാർ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തേണ്ട മെഡിസിൻസുകൾ പലതും മാനേജ്മെൻറ്റ് വലിയൊരു എമൗണ്ട് കൈപ്പറ്റി ആംബുലൻസിൻ്റെ മറവിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് കടത്തിക്കൊണ്ടിരുന്നു സാർ. ജീവന് വേണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തുന്ന ഒരു പേഷ്യൻസിനും കൃത്യമായി മെഡിസിൻ കിട്ടാണ്ടായി. കൊടുത്തുകൊണ്ടിരുന്ന മെഡിസിൻസുകൾ പലതും എക്സ്പയറി ഡേറ്റ് തീർന്ന പഴകിയ മെഡിസിൻസുകളായിരുന്നു. പഴകിയ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം ഓരോ പേഷ്യൻസും ഹോസ്പിറ്റലിലേക്ക് എത്താൻ തുടങ്ങി. ഡോക്ടർ, മോൾക്ക് 2 ദിവസമായിട്ട് വല്ലാത്ത വയറുവേദന, ഇപ്പോൾ ഛർദിയുണ്ട്. ഫുഡിന് വല്ല പ്രശ്നമായിരിക്കാം. വേണമെങ്കിൽ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം. ഈ മെഡിസിൻ വാങ്ങിക്കണം. അതാരാ മോളുടെ? ഓ, കൊച്ചച്ഛൻ എന്താ ചെയ്യുന്നത്? പെറ്റ് ഷോപ്പോ? മോളുടെ കൊച്ചച്ഛൻ അയ്യോ പാവാണെന്ന് തോന്നുന്നു. No, he's the devil, my hero. റബേക്കയുടെ ബ്ലഡ് റിസൾട്ട് പരിശോധിച്ചപ്പോൾ മെഡിസിൻസിന് സൈഡ് എഫക്റ്റ് അവളെയും ബാധിച്ചെന്ന് മനസ്സിലായി. റബേക്കയുടെ സ്കാൻ റിപ്പോർട്ടിൽ ചെറിയൊരു മുഴ കാണുന്നുണ്ട്. പേടിക്കണ്ട, അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്തെടുക്കാം. ഡോണ്ട് വറി, ഓക്കെ? ഓപ്പറേഷനോ? എന്തിന്? മൂർത്തി സാർ വിളിച്ചിരുന്നു. എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു ഹെഡ് വേണം. ആ കൊച്ചിൻ്റെത് എ പോസിറ്റീവ് അല്ലേ? ഓപ്പറേഷനിൽ ആ കുട്ടി മരണപ്പെട്ടു സാർ. എന്റെ മുമ്പ് വെച്ചിട്ടാ സാറേ അയാളെ കൊച്ചിന് ഓപ്പറേഷൻ തിയേറ്റർ വെച്ചിട്ട് പിച്ച് ചീന്തി. ഈ കേസ് എങ്ങോട്ടാ പോണ്? ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്ക ഏത് സിസ്റ്റത്തിനെ പറ്റിയ? സാർ, ഞാൻ വന്നത് ആ കൊച്ചിന് നീതി വേണമല്ലേ സാർ. ഞാൻ നടന്നതെല്ലാം അയാളോട് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം. ഇവിടുത്തെ സിസ്റ്റർ റോങ്ങാ. എൻ്റെ സിസ്റ്റം അതിലും റോങ്ങാ. എന്താ ചെയ്യാൻ പോണു? അവനെ വെട്ടി അരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും. രക്ഷിക്കാൻ ദൈവം വരും, മാലാഖ വരും എന്നൊക്കെ പറയുന്നത് വിശ്വാസികളുടെ വേദാന്തം മാത്രമാണ് സാർ. രക്ഷക്കായി എത്തിയത് സാത്താന. ഈസ് എ ഡെവിൽ. ആ കൊച്ചിന് കിട്ടേണ്ട നീതി അയാൾ നടപ്പിലാക്കി. ആ കൊച്ചിന്റെ ഹീറോ ഈസ് എ ഡെവിൽ.